വെൽക്കം ടു മാഡ്സ് മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. 80ന്റെ ചെറുപ്പത്തിലും സ്റ്റീവൻ സ്പീൽബർഗ് തകർത്താടുകയാണ്. ഇന്നലെ റിലീസായ ഡിസ്ക്ലോഷർ ഡേ സാധാരണഗതിയിലുള്ള ഒരു ഏലിയൻ ആക്രമണ കഥയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി മറച്ചു വെച്ചിരുന്ന അന്യഗ്രഹ ജീവികളുടെ സത്യാവസ്ഥ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്താനുള്ള ഒരു ഗൂഢാലോചന ത്രില്ലറാണ്. ചിത്രത്തിന്റെ കഥ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഡിസ്ക്ലോഷർ ഡേ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോകത്തിനു മുന്നിൽ അതുവരെ അമേരിക്കൻ സർക്കാർ ഒളിപ്പിച്ചു വെച്ചിരുന്ന അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യവും അവയെക്കുറിച്ചുള്ള തെളിവുകളും പുറത്തുവിടുന്നതാണ്. ചിത്രത്തിന്റെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഭാഗം ഇതാണ്. ഒരു ജീവനുള്ള അന്യഗ്രഹ ജീവി ഡാനിയലിന്റെ ചെവിയിൽ ഒരു സന്ദേശം ചൊല്ലുന്നു. എന്നാൽ ആ പ്രേക്ഷകർക്ക് ആ സന്ദേശം കേൾക്കാൻ കഴിയുന്നില്ല. മാർഗരറ്റ് ആ സന്ദേശം ലോകത്തോട് പറയാൻ തുടങ്ങുമ്പോൾ അവൾ ഉച്ചരിക്കുന്ന ഏക വാക്ക് ലിസൺ അഥവാ കേൾക്കൂ എന്ന് മാത്രമാണ്. ഇവിടെ ചിത്രം അവസാനിക്കുന്നു. അന്യഗ്രഹ ജീവികൾ ആരാണ്, അവർ എന്തിനാണ് വന്നത്, അവരുടെ പൂർണ്ണ സന്ദേശം എന്താണ് എന്നൊന്നും സ്പീൽബർഗ് വ്യക്തമാക്കുന്നില്ല. സ്പീൽബർഗ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്നല്ല, പകരം നമ്മൾ മാത്രമല്ല പ്രപഞ്ചത്തിലുള്ളത്, അത് തെളിഞ്ഞാൽ മനുഷ്യർ എങ്ങനെ പ്രതികരിക്കുമെന്ന് മാത്രമാണ്. മറ്റൊരർത്ഥത്തിൽ റോസ്വെൽ ഇൻസിഡന്റും ഫീനിക്സ് ലൈറ്റ്സിന്റെ രഹസ്യങ്ങളും ഇത്രനാൾ ഭരണവർഗം രഹസ്യമാക്കി വെച്ചത് ഇനി മനുഷ്യൻ അറിഞ്ഞേ തീരൂ എന്നുള്ളതാണ്. എന്താണ് റോസ്വെൽ ഇൻസിഡന്റ്? ഏലിയൻ ബേസ്ഡ് സിനിമകൾക്ക് തുടക്കം കുറിച്ച അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട് അഥവാ UFO, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അമേരിക്കൻ സർക്കാർ നിർവചന പ്രകാരം UAP അഥവാ അൺഐഡന്റിഫൈഡ് അനോമലസ് ഫിനോമിനയ്ക്ക് തുടക്കം കുറിച്ചത് റോസ്വെൽ ഇൻസിഡന്റ് ആണ്. 1947 ജൂലൈയിൽ അമേരിക്കയിലെ റോസ്വെൽ എന്ന പട്ടണത്തിനടുത്തുള്ള ഒരു റാഞ്ചിൽ ചില വിചിത്രമായ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. റാഞ്ച് ഉടമയായ വില്യം ബ്രസൽ ആണ് ആദ്യം ഇവ ശ്രദ്ധിച്ചത്. അവശിഷ്ടങ്ങളിൽ ഉണ്ടായിരുന്നത് നേർത്ത ലോഹത്തകിടുകൾ, റബ്ബർ പോലുള്ള വസ്തുക്കൾ, മരക്കമ്പുകൾ പോലുള്ള ഭാഗങ്ങൾ ഇവയെല്ലാമായിരുന്നു. സംഭവം അന്വേഷിച്ച അമേരിക്കൻ സൈന്യത്തിന്റെ പ്രാദേശിക വിഭാഗം ആദ്യം ഒരു പത്രക്കുറിപ്പിലൂടെ പറക്കും തളിക അഥവാ ഫ്ലൈയിങ് ഡിസ്ക് കണ്ടെത്തി എന്ന് പ്രഖ്യാപിച്ചു. ഇതാണ് ലോകമെമ്പാടും വലിയ വാർത്തയായത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സൈന്യം പ്രസ്താവന തിരുത്തി. അതൊരു കാലാവസ്ഥാ ബലൂൺ മാത്രമാണെന്ന് അറിയിച്ചു. എന്നാൽ സംഭവം പെട്ടെന്ന് വിവാദമായി. പലരും സൈന്യം സത്യം മറച്ചുവെച്ചുവെന്ന് ആരോപിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 1970കളിൽ അതൊരു അന്യഗ്രഹ പേടകമായിരുന്നെന്നും അതിലെ ജീവികളുടെ മൃതദേഹങ്ങൾ സൈന്യം പിടിച്ചെടുത്തെന്നും സംഭവം രഹസ്യമാക്കി സൂക്ഷിച്ചിരിക്കുകയാണെന്നും പ്രചരിപ്പിച്ചു. 1990കളിൽ അമേരിക്കൻ വ്യോമസേന ഈ സംഭവത്തെക്കുറിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അതനുസരിച്ച് അവശിഷ്ടങ്ങൾ പ്രോജക്ട് മുഗുൾ എന്ന അതീവ രഹസ്യ സൈനിക പദ്ധതിയുടേതായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ ആണവ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കാൻ ഉപയോഗിച്ച ഉയർന്ന തരത്തിലുള്ള ബലൂണുകളായിരുന്നു അവ. അതിനാൽ തന്നെ രഹസ്യ സ്വഭാവം കാരണമാണ് യഥാർത്ഥ വിവരം പുറത്തുവിടാതിരുന്നത് എന്നായിരുന്നു സൈന്യത്തിന്റെ വിശദീകരണം. അത് എല്ലാവർക്കും വിശ്വാസയോഗ്യമായിരുന്നില്ല. ഇന്നും ചിലർ അത് വിശ്വസിക്കുന്നില്ല. അതിനാൽ റോസ്വെൽ സംഭവം ഇന്നും UFO സംസ്കാരത്തിന്റെ കേന്ദ്രകഥയാണ്. എന്നാൽ കൗതുകകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ സിനിമ പിറന്ന 1895 ശേഷം വെറും 7 വർഷം കഴിഞ്ഞ് 1902 എ ട്രിപ്പ് ടു ദ മൂൺ എന്നൊരു സിനിമ ഇറങ്ങി. കുറച്ച് ശാസ്ത്രജ്ഞർ ചന്ദ്രനിൽ എത്തുന്നതും അവിടെയുള്ള ജീവികളുമായി വഴക്കിടുന്നതും തിരികെ ഭൂമിയിലേക്ക് വരുന്നതുമാണ് കഥ. അന്യഗ്രഹ ജീവികളെ അന്നു മുതലേ മനുഷ്യൻ ശത്രുവാക്കി നിർത്തിയതാണ്. വർഷങ്ങൾ കഴിഞ്ഞ് 1947 റോസ്വെൽ സംഭവത്തിന് ശേഷവും മഹാഭൂരിപക്ഷം ഏലിയൻ സിനിമകളിലും മനുഷ്യരും അവരും ശത്രുക്കൾ തന്നെയാണ്. എന്നാൽ സ്പീൽബർഗ് ഈ വിഷയത്തെ സമീപിച്ചത് വളരെ കൗതുകകരമാണ്. ഇന്നലെ ഇറങ്ങിയ ഡിസ്ക്ലോഷർ ഡേ അടക്കം 4 സിനിമകളാണ് ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ചെയ്തത്. 1977 ഇറങ്ങിയ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് എന്ന ചിത്രത്തിൽ ഒരു സാധാരണ മനുഷ്യൻ ആകാശത്ത് കണ്ട വിചിത്ര അനുഭവത്തിന്റെ പിന്നാലെ സത്യം തേടി പോകുന്നതും ഒടുവിൽ മനുഷ്യരും അന്യഗ്രഹ ജീവികളും തമ്മിലുള്ള ആദ്യത്തെ സമാധാന ആശയവിനിമയം നടക്കുന്നതുമാണ് കഥ. 1982 ഇറങ്ങിയ ദ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന ചിത്രത്തിൽ ഭൂമിയിൽ കുടുങ്ങിപ്പോയ ഒരു ചെറിയ ഏലിയനും ഒരു ബാലനും തമ്മിൽ ആഴത്തിലുള്ള സൗഹൃദം രൂപപ്പെടുന്നതും ഒടുവിൽ ET സ്വന്തം ഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകുന്നതുമാണ് കഥ. 2005 ഇറങ്ങിയ വാർ ഓഫ് ദ വേൾഡ്സിൽ ആണെങ്കിൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയെ ആക്രമിക്കുന്നതും ഒരു പിതാവ് തന്റെ മക്കളെ രക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടവുമാണ് കഥയുടെ കേന്ദ്രം. ഇന്നലെ ഇറങ്ങിയ ഡിസ്ക്ലോഷർ ഡേയിലാണെങ്കിൽ പതിറ്റാണ്ടുകളായി അന്യഗ്രഹ ജീവികളുടെ മറച്ചു വെച്ചിരുന്ന അസ്തിത്വം വെളിപ്പെടുത്തണം എന്നതാണ് കഥ. ഈ 4 ചിത്രങ്ങളും ഏലിയൻസിനെ കുറിച്ച് വളരെ പക്വമായ സമീപനം നടത്തുന്നതാണ് കഥ. ഒന്നാമത്തെ ചിത്രത്തിൽ അവർ ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ എത്തുമ്പോൾ അവർ നമ്മുടെ സുഹൃത്തുക്കളാകാമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ അവർ നമ്മുടെ ശത്രുക്കളാകാമെന്ന ആശങ്ക പങ്കുവയ്ക്കുന്നു. അവസാന ചിത്രത്തിൽ എത്തുമ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അത് മറച്ചു വെക്കാതെ മനുഷ്യരോട് വെളിപ്പെടുത്തൂ എന്ന് ആഹ്വാനം ചെയ്ത് അവസാനിപ്പിക്കുന്നു. ഇനി ഒരു ഏലിയൻ ചിത്രം സ്പീൽബർഗ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഡിസ്ക്ലോഷർ ഡേ ഭാവിയെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ സ്പീൽബർഗ് പ്ലാൻ ചെയ്യുന്ന അടുത്ത ചിത്രം ചരിത്രത്തിലേക്കുള്ള എത്തിനോട്ടമാണ്. ഒരു സമ്പൂർണ്ണ വെസ്റ്റേൺ സിനിമ. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ കുതിരകൾ ഉണ്ടാകും, തോക്കുകൾ ഉണ്ടാകും, പക്ഷേ സ്ഥിരം വെസ്റ്റേൺ ക്ലീഷേകളും സ്റ്റീരിയോ ടൈപ്പുകളും ഉണ്ടാകില്ല. ചിത്രത്തിന്റെ പേരോ അഭിനേതാക്കളോ കഥയോ ഒന്നും നമുക്കറിയില്ലെങ്കിലും നമുക്ക് കാത്തിരിക്കാം സ്പീൽബർഗിന്റെ തനത് ശൈലിയിലുള്ള വെസ്റ്റേൺ സിനിമയ്ക്കായി.